മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിൽ പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഗ്രാമമാണ് പോത്തുകല്ല്. വശ്യമനോഹരമായ നീലഗിരി വനങ്ങളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം ചാലിയാർ പുഴയുടെ തീരങ്ങളെ തഴുകിക്കൊണ്ടാണ് നിലകൊള്ളുന്നത്. ഏകദേശം 77 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഈ പ്രദേശം എടക്കര, ചുങ്കത്ര പഞ്ചായത്തുകളുടെ ചില ഭാഗങ്ങൾ വേർതിരിച്ചിട്ടാണ് നിലവിൽ 17 വാർഡുകളുള്ള ഈ ഗ്രാമപഞ്ചായത്ത് 2000 ഒക്ടോബർ 1 രൂപം കൊണ്ടത്. വനവിഭവങ്ങളുടെയും തെങ്ങ്, കവുങ്ങ്, റബ്ബർ തുടങ്ങിയ വിവിധ കാർഷിക വിളകളുടെയും സമൃദ്ധമായ ഈറ്റില്ലമാണ് പോത്തുകല്ല്. പ്രകൃതി സൗന്ദര്യവും തനിമയും ഇന്നും നിലനിർത്തുന്ന ഈ ഗ്രാമം വികസനത്തിന്റെ പുതിയ ചുവടുവെപ്പുമായി കരുത്തോടെ മുന്നോട്ടു പോകുന്നു. കേരളത്തിലെ വയനാട്, മലപ്പുറം എന്നീ ജില്ലകളുടെയും തമിഴ്നാട്ടിലെ നീലഗിരിയുടെയും അതിർത്തിയിലാണ് പോത്തുകല്ല് സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പ്, നാട്ടുകാരുടെ ആതിഥ്യം, മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത എന്നിവയ്ക്ക് പോത്തുകല്ല് പേരുകേട്ടതാണ്. പ്രകൃതിയുടെ വരദാനമായ പോത്തുകല്ലിന് എന്നാൽ വലിയ വെല്ലുവിളികളെയും നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാലം തെറ്റിയെത്തിയ പ്രകൃതി ദുരന്തങ്ങൾ ഈ മണ്ണിനെ പലപ്പോഴും വേദനിപ്പിച്ചു. 2019 മഹാപ്രളയത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ കവളപ്പാറ ഉൾപ്പെടുന്ന പഞ്ചായത്താണിത്. ആ ദുരന്തം പോത്തുകല്ലിന്റെ ചരിത്രത്തിലെ കറുത്ത ഒരധ്യായമാണ്. മാത്രമല്ല 2024 വയനാട്ടിൽ സംഭവിച്ച ദുരന്തത്തിന്റെ നേരിട്ടുള്ള ആഘാതം ഏറ്റുവാങ്ങിയതും പോത്തുകല്ല് ഗ്രാമപഞ്ചായത്താണ്. മലയോര മേഖലയായ പോത്തുകൽ പഞ്ചായത്തിൽ കോവിഡിന്റെയും കവളപ്പാറ പ്രളയത്തിലെ പുനരധിവാസത്തിന്റെയും ഉള്ള സമയത്താണ് 2020 ഡിസംബറിൽ പോത്തുകൽ പഞ്ചായത്തിൽ ഈ ഭരണസമിതി അധികാരത്തിലേറുന്നത്. ഒട്ടേറെ പ്രയാസങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് തന്നെ പോത്തുകൽ പഞ്ചായത്തിലെ എല്ലാ വാർഡും ഒറ്റ യൂണിറ്റായി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സമയത്ത് തന്നെയായിരുന്നു നമുക്ക് വയനാട് ദുരന്തം നമ്മളെ പോത്തുകൽ പഞ്ചായത്തിനെ ബാധിച്ചിരുന്നത്. എന്നാൽ ഒന്നിനു പിറകെ ഒന്നൊന്നായി വന്ന ഈ ദുരന്തങ്ങളെയെല്ലാം ഈ നാടിന്റെ അതിജീവനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി പ്രതിരോധത്തിന്റെ കോട്ട തീർത്തു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുവാനുള്ള നിശ്ചയദാർഢ്യത്തോടെ കൂടുതൽ കരുണയും കരുതലുമുള്ള ഒരു വലിയ സമൂഹമായി മുന്നോട്ടു പോകാനാണ് പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ വന്ന ശേഷമാണ് മലയോര ഹൈവേ നമുക്ക് യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഓരോ വാർഡുകളും 35 ലക്ഷം ചെലവഴിച്ച് നമുക്ക് NRGSൽ ഉൾപ്പെടുത്തിയുള്ള റോഡുകൾ നിർമ്മിക്കാൻ ഈ ഒരു ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 17 വാർഡുകളിലും ഓരോ വാർഡിന് 35 ലക്ഷം വീതമാണ് ഈ ഒരു ഭരണസമിതി നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ നഗറുകളിലും അതുപോലെ SC നഗറുകളിലുമായി 1 കോടിയിലേറെ രൂപ റോഡിന് വേണ്ടി തന്നെ ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ മേഖലയും തൊട്ടുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടി, ഏറ്റവും സന്തോഷത്തോടു കൂടി മാത്രമാണ് ഈ ഒരു ഭരണസമിതി 5 വർഷം ഈ നല്ല നിലയിൽ പ്രവർത്തിച്ചു എന്ന സന്തോഷത്തോടെ നിർത്തുന്നു. വെല്ലുവിളികൾക്കിടയിലും പോത്തുകല്ല് പഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ്. കേരള ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ ഒരു നേട്ടം പോത്തുകല്ലിന് സ്വന്തമായിട്ടുണ്ട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് എന്ന ബഹുമതി ഈ നാടിനാണ് ലഭിച്ചത്. ശുചിത്വ രംഗത്ത് പോത്തുകല്ല് രാജ്യത്തിന് തന്നെ മാതൃകയായി. മാത്രമല്ല ഗ്രാമീണ ജനതയുടെ ജീവിതത്തിന് കൈത്താങ്ങായ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മലപ്പുറം ജില്ലയിൽ ആദ്യമായി നടപ്പാക്കിയതും പോത്തുകല്ല് പഞ്ചായത്താണ്. ഈ നേട്ടങ്ങൾ പോത്തുകല്ലിന്റെ ദീർഘവീക്ഷണമുള്ള ഭരണ മികവിന് തെളിവാണ്. 2000 പോത്തുകല്ല് രൂപീകൃതമായത്. അന്നു മുതൽക്ക് പഞ്ചായത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾക്ക് അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെ തികച്ചും നൂതനവും സമഗ്രവുമായ ഒരു മുഖവുമാണ് കൈവന്നത്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ വ്യത്യസ്തമാർന്ന ജനകീയ പദ്ധതികളാണ് ഈ നാടിന്റെ വികസനത്തിന് അടിത്തറ പാകിയത്. ദുരന്തങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിന് വെല്ലുവിളികളെ അതിജയിച്ച ഈ ഭരണസമിതി ഒരു ചരിത്രപരമായ ചുവടുവെപ്പ് നടത്തി. പ്രാദേശികവും സാമൂഹ്യാധിഷ്ഠിതവുമായ ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാൻ പഞ്ചായത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു പ്രാദേശിക ഭരണ സംവിധാനം ഇത്രയും വിപുലമായ ദുരന്ത നിവാരണ ആസൂത്രണ രേഖ തയ്യാറാക്കുന്നത് എന്ന പ്രത്യേകത പോത്തുകല്ലിനുണ്ട്. ഇതിനായി വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 20 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഒരു സമഗ്രമായ അവസ്ഥാ രേഖയും സമർപ്പിക്കുകയുണ്ടായി. ഈ കാഴ്ചപ്പാടുകൾക്ക് കരുത്തേകിക്കൊണ്ട് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന നവകേരള മിഷന്റെ കീഴിലുള്ള 4 മിഷനുകളുമായി സംയോജിച്ചാണ് 14ാം പഞ്ചവത്സര പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഹരിത കേരളം മിഷനിലൂടെ കാർഷിക വികസനം, ജലസംരക്ഷണം, മാലിന്യ സംരക്ഷണം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നു.
പോത്തുകല്ല് പഞ്ചായത്ത് ആരോഗ്യ മേഖലയിൽ കൈവരിച്ച മുന്നേറ്റം ശ്രദ്ധേയമാണ്. ഞെട്ടിക്കുളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തി. ഇത് സാധാരണക്കാർക്ക് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കി. പുതിയ ഡയഗ്നോസ്റ്റിക് ലാബ് സൗകര്യമടക്കം നിരവധി നൂതന സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിലെ ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 4 സബ് സെന്ററുകളാണ് ഈ കാലയളവിൽ യാഥാർത്ഥ്യമാക്കിയത്. 1,51,00,000 രൂപ ചെലവഴിച്ചാണ് തമ്പുരാട്ടിക്കല്ല്, ഉപ്പട, വെള്ളിമുറ്റം, ഭൂതാനം എന്നിവിടങ്ങളിൽ ഈ സബ് സെന്ററുകൾ നിർമ്മിച്ചത്. കൂടാതെ പുതുതായി അനുവദിച്ച വെളിമ്പിയംപാടം സബ് സെന്ററിന്റെ പുതിയ കെട്ടിടത്തിനായി 45 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങുകയും ചെയ്യും. ആയുഷ് ചികിത്സാ മേഖലക്കും പോത്തുകല്ല് പഞ്ചായത്ത് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. പോത്തുകല്ലിലെ ഹോമിയോ ആശുപത്രിക്കായി നിർമ്മിച്ച ആശുപത്രി കെട്ടിടത്തിലേക്ക് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടെ ഹോമിയോ ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചു. ഇത് ഹോമിയോ ചികിത്സ തേടുന്നവർക്ക് വലിയ ആശ്വാസമായി. അതോടൊപ്പം തമ്പുരാട്ടിക്കല്ല് ആയുർവേദ ആശുപത്രിയിൽ മികച്ചൊരു യോഗ ഹാൾ നിർമ്മിക്കുകയും ചെയ്തു. ഇതിനു പുറമെ ശാരീരിക മാനസിക ആരോഗ്യം ഉറപ്പിക്കാനായി എല്ലാ വാർഡുകളിലും യോഗ പരിശീലകരുടെ നേതൃത്വത്തിൽ യോഗ പരിശീലനം കൃത്യമായി നടക്കുന്നുണ്ട്. ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള പഞ്ചായത്തിന്റെ പ്രതിബദ്ധതയാണ് ഈ നേട്ടങ്ങളെല്ലാം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ജനങ്ങളെ പങ്കാളിയാക്കുക എന്നത് പോത്തുകല്ലിന്റെ ആരോഗ്യ മേഖലയുടെ പ്രധാന ലക്ഷ്യമാണ്. ഇതിനായി കിടപ്പിലായ രോഗികൾക്ക് സമഗ്രമായ പരിചരണം നൽകുന്ന പരിരക്ഷാ പദ്ധതി ജില്ലയിൽ തന്നെ മാതൃകയാക്കി ഇവിടെ നടപ്പാക്കി വരുന്നു. പോത്തുകല്ല് പഞ്ചായത്ത് രൂപീകരിച്ച് ഈ 2025-ൽ 25 വർഷം തികയുകയാണ്. അതിൽ വിവിധ ഘട്ടങ്ങളിലായി വിവിധ ഭരണസമിതികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഭരണം നടത്തിയിട്ടുള്ള പഞ്ചായത്താണ്. 2020-ൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ, ഇന്നത്തെ ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ നിരവധി പ്രതിസന്ധികൾ നേരിടുന്ന ഘട്ടത്തിലാണ് അധികാരത്തിൽ കയറിയിട്ടുള്ളത്. കോവിഡും അതേപോലെ 2019-ലെ പ്രളയം, കവളപ്പാറ ദുരന്തം ഉൾപ്പെടെയുള്ള അതിഭീകരമായ ദുരന്തങ്ങൾ നേരിട്ട് അത് പരിഹരിച്ച് ആർക്കും വലിയ ആക്ഷേപങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പഞ്ചായത്തിൻ്റെ വികസനങ്ങൾ, ഇവിടുത്തെ തനത് വരുമാനവും അതുപോലെ മറ്റ് സർക്കാരിൻ്റെ ഫണ്ടുകൾ ഉപയോഗിച്ച് ആകാവുന്ന രീതിയിൽ, നല്ല രീതിയിൽ എല്ലാവരുടെയും ഐക്യത്തോടു കൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനിയും കുറേ ലക്ഷ്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതുകൂടി പൂർത്തീകരിക്കുന്നതിന് അടുത്ത ഭരണസമിതി കൂടെ വേണ്ട പിന്തുണയും നൽകുന്നതിന് ഞങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. നൽകാൻ വേണ്ടി ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹോസ്പിറ്റല്, അംഗൻവാടികൾ, വിവിധ വാർഡുകളിലെ റോഡുകൾ, എല്ലാ മേഖലയിലും വികസനം നടത്തുന്നതിന് ഈ 5 വർഷം കൊണ്ട് ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടെയാണ് ഈ 5 വർഷം പൂർത്തീകരിക്കുന്നത്. അതിന് നാട്ടുകാരോടും എല്ലാ ബഹുജനങ്ങളോടും ഞങ്ങൾ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ മുണ്ടക്കൈ ദുരന്തം സംഭവിച്ചതിന് ശേഷം അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ മൃതശരീരം മുഴുവനും നമ്മുടെ പോത്തുകല്ല് പഞ്ചായത്തിലാണ് വന്നടിഞ്ഞിരുന്നത്. ഇവിടുത്തെ ബഹുജന പിന്തുണയോടെ, യുവാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായത്തോടെ അത് മുഴുവൻ, ആ മൃതശരീരങ്ങൾ മുഴുവൻ അവരവരുടെ ബന്ധുക്കൾക്ക് കൈമാറാനും പോലീസ് ഉൾപ്പെടെയുള്ള, ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും സഹകരണത്തോടെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങളെ ഈ പോത്തുകല്ല് പഞ്ചായത്തിനെ, മുണ്ടക്കൈ പഞ്ചായത്തും അവിടുത്തെ ജനങ്ങളും ഞങ്ങളെ ആദരിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾ വളരെയധികം അഭിമാനം കൊള്ളുകയാണ്. ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഭിന്നശേഷി ക്ഷേമത്തിനും പഞ്ചായത്ത് വലിയ ഊന്നൽ നൽകുന്നു. ഭിന്നശേഷിക്കാർക്ക് പിന്തുണയേകാനായി കോടാലിപ്പൊഴിയിൽ ബെഡ്സ് റഹാബിലിറ്റേഷൻ സെന്റർ സ്ഥാപിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ 13 ഭിന്നശേഷിക്കാർക്ക് വീൽ ചെയറുകൾ നൽകി അവരെ പിന്തുണച്ചു. കൂടാതെ പഞ്ചായത്തിലെ അർഹരായ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പഠന സഹായത്തിനായി എല്ലാ വർഷവും സ്കോളർഷിപ്പും നൽകി വരുന്നു. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് സ്ത്രീകളുടെ സാമൂഹ്യ പദവി ഉയർത്തുന്നതിനും ഈ ഭരണസമിതി ശ്രമിച്ചു. വനിതാ ഗ്രൂപ്പുകൾക്കും സ്വയം തൊഴിൽ പദ്ധതികൾക്ക് ആവശ്യമായ ഫണ്ട് വകയിരുത്തി. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പിക്കുന്നതിനായി ജാഗ്രതാ സമിതി പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുകയും കമ്മ്യൂണിറ്റി വിമൺ ഫെസിലിറ്റേറ്ററുടെ സഹായത്തോടെ ജെൻഡർ ഡെസ്ക് നടപ്പാക്കുകയും ചെയ്തു. ഈ പദ്ധതികളെല്ലാം പോത്തുകല്ലിന്റെ സാമൂഹിക അടിത്തറ ശക്തിപ്പെടുത്തുന്നു.
പോത്തുകല്ല് പഞ്ചായത്തിന്റെ ഭരണ നേട്ടങ്ങളിൽ ഏറ്റവും തിളക്കമുള്ള ഒന്നാണ് ഭവന നിർമ്മാണ മേഖലയിലെ മുന്നേറ്റം. ലൈഫ് മിഷൻ പദ്ധതിയിൽ 557 വീടുകളും PMAY പദ്ധതിയിൽ 149 വീടുകളും വിജയകരമായി പൂർത്തീകരിച്ചു. ഈ മഹത്തായ ദൗത്യത്തിനായി ഏകദേശം 28 കോടി രൂപയാണ് പഞ്ചായത്ത് ചിലവഴിച്ചത്. സ്വന്തമായി ഭൂമിയില്ലാത്ത 29 പേർക്ക് സ്ഥലം വാങ്ങാനായി 2 ലക്ഷം രൂപ വീതം നൽകി കൈത്താങ്ങായി. കൂടാതെ 209 പേരുടെ വീടുകൾ വാസയോഗ്യമാക്കുന്നതിനായി 1,29,25,000 രൂപയും ചെലവഴിച്ചു. അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കും പഞ്ചായത്ത് ആശ്വാസമായി. അതിദാരിദ്ര്യം അനുഭവിക്കുന്ന 155 പേരിൽ 26 പേർക്ക് വീട് നൽകി അവരുടെ ജീവിതത്തിന് സുരക്ഷിതത്വം ഉറപ്പാക്കി. തൊഴിൽ മേഖലയിലും മികച്ച കാഴ്ചപ്പാടാണ് പോത്തുകലിനുള്ളത്. കാർഷിക തൊഴിൽ സംസ്കാരം വളർത്തുന്നതിനും തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ മാതൃകാപരമായ പദ്ധതികൾ ഏറ്റെടുക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. ക്ഷീരമേഖലയുടെ സമഗ്ര വികസനത്തിലൂടെ ഒട്ടേറെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും പഞ്ചായത്തിന് പദ്ധതിയുണ്ട്. ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസിൽ വിപുലമായ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു. മാത്രമല്ല, പൊതുജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായ രീതിയിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളോടുകൂടിയ നവീകരണവും പഞ്ചായത്ത് ഓഫീസിൽ നടപ്പാക്കി. 4 ലക്ഷം രൂപ ചിലവഴിച്ച് സോളാർ സിസ്റ്റം സ്ഥാപിച്ചത് ഓഫീസിനെ ഊർജ്ജസ്വലമാക്കി. പഞ്ചായത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വെളിച്ചത്തിന് വലിയ പ്രാധാന്യം നൽകി 1 കോടി രൂപ ചിലവഴിച്ചാണ് 55 കിലോമീറ്റർ റോഡിന്റെ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. ഇത് രാത്രികാല യാത്രകൾക്ക് വലിയ സുരക്ഷിതത്വം നൽകും. ഇതുകൂടാതെ പഞ്ചായത്തിലെ SC/ST നഗറുകളിൽ മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു. കൂടാതെ പൊതുസ്ഥലങ്ങളിൽ മിനിമാസ്, ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചതിലൂടെ പോത്തുകലിന്റെ എല്ലാ കോണുകളിലും വെളിച്ചമെത്തിക്കാൻ സാധിച്ചു. പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിലെ ഈ ഭരണസമിതി അധികാരമേൽക്കുമ്പോൾ 2018 പ്രളയവുമായി ബന്ധപ്പെട്ട് അതിരൂക്ഷമായ ഭവന നിർമ്മാണ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വലിയ പ്രതിസന്ധി നിൽക്കുന്ന സമയത്താണ് ഈ ഭരണസമിതി അധികാരമേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും പ്രാധാന്യം നൽകിയിട്ടുള്ളത് ഭവന നിർമ്മാണ മേഖലയിലാണ്. ഈ ഭവന നിർമ്മാണ മേഖലയിൽ നമ്മൾ ഈ 5 വർഷം കൊണ്ട് ഏകദേശം 700ഓളം ഭവനങ്ങൾ നിർമ്മിച്ച് നൽകുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 28 കോടി രൂപയോളം നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ സമഗ്ര മേഖല, എല്ലാ മേഖലകളിലും സമഗ്രമായ വികസനം വരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി. അതിലൊന്നും ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് നമ്മുടെ പഞ്ചായത്ത് അതിർത്തി മുതൽ തമിഴ്നാടിന്റെ അതിർത്തി പങ്കിടുന്ന ഈ പഞ്ചായത്തിൽ മെയിൻ റോഡിൽ നമ്മുടെ ഹൈവേയുടെ മുഴുവൻ സ്ഥലങ്ങളിലും, അതുപോലെ തന്നെ പഞ്ചായത്തിലെ മൊത്തം സ്ഥലങ്ങളിൽ 50 കിലോമീറ്റർ ലൈറ്റ് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 90 ലക്ഷം രൂപയോളം നമ്മൾ അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡുകളുടെ വികസനത്തിന്, അതുപോലെ പഞ്ചായത്ത് വിട്ടുകെട്ടേണ്ട സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങളുടെ വിസ്തീർണ്ണത്തിന്, അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമുക്ക് ഏകദേശം 5 വർഷങ്ങളും ഏകദേശം 8 കോടി മുതൽ 9 കോടി രൂപ വരെ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ട് അങ്ങനെ അതിൽ തന്നെ ഉൾപ്പെടുത്തി, മെറ്റീരിയൽ ഉൾപ്പെടുത്തി റോഡുകളുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഏകദേശം 10 കോടി രൂപയോളം നമുക്ക് അതിൽ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യ ലഘൂകരണത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു പദ്ധതിയാണ്. അതിനെ വളരെ നല്ല രീതിയിൽ പഞ്ചായത്ത് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ഉൽപ്പാദന മേഖലയിലായിക്കോട്ടെ, പശ്ചാത്തല മേഖലയിലും ഒക്കെ, സേവന മേഖലകളിലൊക്കെ, കൃഷി അനുബന്ധ മേഖലകളിലൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടുണ്ട്. അതുപോലെ മൃഗസംരക്ഷണ മേഖലയിൽ ആവശ്യമായ പദ്ധതികൾ ധാരാളമായി നടപ്പാക്കിയിട്ടുണ്ട്. തുടർന്നും ഇനി ഒരുപാട് ആവശ്യങ്ങൾ നമ്മളെ സംബന്ധിച്ച് 2000 ആരംഭിച്ച നമ്മുടെ അവികസിത പ്രദേശങ്ങൾ, 2 പഞ്ചായത്തുകളുടെ ചുങ്കത്ര, എടക്കര അവികസിത പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി രൂപം കൊണ്ടൊരു പഞ്ചായത്താണ്. അപ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് കഴിഞ്ഞ ഭരണസമിതികളൊക്കെ അത് വളരെ നല്ല രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. തുടർന്ന് ഈ ഭരണസമിതിക്കും അതിൻ്റെതായ നല്ല രീതിയിലുള്ള ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് കണ്ടറിഞ്ഞ് നല്ല രീതിയിലുള്ള പദ്ധതികൾ നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പുതിയ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി 1,30,00,000 രൂപ ചിലവഴിച്ച് ABC കേബിൾ വഴി മണ്ണിനടിയിലൂടെ വൈദ്യുതി എത്തിച്ചു. ഇരുകുത്തി, വാണിയമ്പുഴ, തരിപ്പപ്പൊട്ടി, കുമ്പളപ്പാറ എന്നീ നഗറുകളിലാണ് ഈ വിപ്ലവകരമായ പദ്ധതി നടപ്പാക്കിയത്. മലപ്പുറം ജില്ലയിൽ ആദ്യമായി പോത്തുകല്ല് പഞ്ചായത്താണ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കിയത്. കൂടാതെ ജില്ലയിൽ ആദ്യമായി പഞ്ചായത്തിന്റെ മലയോര മേഖലയിൽ ABC കേബിൾ ഉപയോഗിച്ച് വൈദ്യുതി വിതരണം സാധ്യമാക്കി.
ഇതിനായി KSEB 4.5 കോടി രൂപയാണ് ചിലവഴിച്ചത്. വൈദ്യുതി വിതരണ രംഗത്തെ ഈ മുന്നേറ്റം പോത്തുകല്ലിന്റെ വികസനത്തിന്റെ വേഗതയും വർദ്ധിപ്പിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പോത്തുകല്ല് പഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങൾ ശ്രദ്ധേയമാണ്. നാടിന്റെ ഗതാഗത മേഖലക്ക് കരുത്തേകി ഇരുട്ടുകുത്തി പാലം, ശാന്തിഗ്രാമം പാലങ്ങൾ എന്നിവക്കായി 18 കോടി രൂപ ചിലവിൽ നിർമ്മാണം ആരംഭിച്ചു. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ചാത്തമുണ്ട ആനക്കല്ല് കോടാലിപ്പുഴ റോഡ് PMGSY പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാക്കി. കൂടാതെ ഈ 5 വർഷക്കാലം സ്കൂളിനെ സംബന്ധിച്ച് വളരെ നല്ല സഹായങ്ങൾ നമുക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. സമഗ്ര വികസനം എന്നുള്ള പേരിൽ 15 ലക്ഷം രൂപ മിക്ക വർഷങ്ങളിലും പാസ്സാക്കി തരികയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ഈ വിദ്യാലയത്തിൽ നടത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓടിട്ട പഴയ കെട്ടിടം, അതിന്റെ ഓട് മാറ്റി, അതിന്റെ മേൽക്കൂര മാറ്റി ഓട് മേയുന്നതിനും, അതുപോലെ ബസ് മഴയും വെയിലും കൊണ്ട് മുറ്റത്ത് കിടക്കുന്ന ഒരവസ്ഥ, ആ അവസ്ഥയിൽ നിന്നും വാഹന ഷെഡ് നിർമ്മിക്കുവാനും, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരു 5 ലക്ഷം രൂപയോളം മുടക്കി നമുക്ക് നല്ല ഒരു